الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة كل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്താൻ പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വിശ്വാസി അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്താണ് സുന്നത്ത് എന്നതും അതിൻ്റെ വിപരീതമായ ബിദ്അത്ത് എന്താണ് എന്നതും. നമ്മുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്തിൽ പെട്ട രൂപത്തിൽ തന്നെയായിരിക്കണം. എന്നാൽ നമ്മുടെ കർമ്മങ്ങളിൽ ഒരിക്കലും ബിദ്അത്ത് കടന്നു വരാനും പാടില്ല. എന്താണ് സുന്നത്ത്, അതുപോലെ തന്നെ ബിദ്അത്ത് എന്ന് കൃത്യമായി ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 80-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് മൻ യുതിഅർ റസൂല, ആരാണോ പ്രവാചകനെ അനുസരിച്ചത് ഫഖദ് അത്താ അല്ലാഹ്, അവൻ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. കാരണം അള്ളാഹുവാണ് പ്രവാചകനെ അനുസരിക്കാൻ വേണ്ടി നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി നമുക്ക് ആ കാര്യം പഠിപ്പിച്ചു തരികയും ചെയ്തു. അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, അള്ളാഹുവിന് ആരാധനകൾ സമർപ്പിക്കേണ്ടത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ അനുസരിക്കുക എന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തുല്യമാണ്. അതേപോലെ തന്നെ ഒമൻ തവല്ല, ഇനി ആരെങ്കിലും അതിൽ നിന്ന് പിന്തിരിയുന്നുവെങ്കിൽ ഫമാ അർസൽനാക അലൈഹിം ഹഫീള, പ്രവാചകരെ അവരെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ് ബാധ്യത. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ പ്രവാചക സുന്നത്ത് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് സുന്നത്ത എന്താണ് എന്ന് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഹിയ മാ സബത അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫഅലിൻ ഔ തക്രീരിൻ ഔ വസ്ഫിൻ ഖുലുഖിയ്യിൻ ഔ ഖൽഖിയ്യിൻ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട വാക്കുകൾ, പ്രവൃത്തികൾ, അംഗീകാരങ്ങൾ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക സൃഷ്ടിപരമായിട്ടുള്ള വിശേഷണങ്ങൾ, സ്വഭാവപരമായ വിശേഷണങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് പ്രവാചകൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രവാചകൻ്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അംഗീകാരങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായ വിശേഷണങ്ങൾ, ഇത് 5 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമിലെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാവുന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലിപരമായ, അതായത് വാക്കുപരമായ സുന്നത്തുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്നത് നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ്, നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എല്ലാവർക്കും അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് അത് ചെയ്യുന്നതിൻ്റെ പ്രേരകത്തിന്, അതിൻ്റെ പ്രേരണക്ക് എന്താണോ പ്രേരണ, അതിനനുസരിച്ചാണ് പ്രതിഫലം നൽകപ്പെടുക. അപ്പോൾ പ്രവാചകൻ്റെ വാക്കുകൾക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലുക എന്നത് പ്രവാചകൻ്റെ കൗലുപരമായ സുന്നത്താണ്. ഇനി പ്രവർത്തനപരമായ ഫഅലിയായ സുന്നത്തിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ എപ്രകാരമാണ് ഖിയാമ്, അതായത് നിന്നത്, സുജൂദ് ചെയ്തത്, റുക്കൂ ചെയ്തത്, തശഹുദിൽ ഇരുന്നത് എന്ന് വേണ്ട നമസ്കാരത്തിൻ്റെ രൂപം കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസുകളിലൂടെ സഹാബാക്കൾക്ക് ആദ്യം അള്ളാഹിൻ്റെ റസൂൽ നമസ്കാരം നിർവഹിച്ച് കാണിച്ചു കൊടുത്തു. ആ സഹാബാക്കൾ പ്രവാചകൻ്റെ നമസ്കാരം കൃത്യമായി നമുക്ക് ഹദീസുകളിലൂടെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് പ്രവാചകൻ്റെ ഫഅലിയായ സുന്നത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയോ പ്രവാചകൻ്റെ അംഗീകാരം നമുക്കറിയാവുന്നതുപോലെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഇസ്ലാം ദീനിൽ ഒരുപാട് കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ പ്രവാചകൻ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അംഗീകാരം നൽകി. അതിൽപ്പെട്ട ഒന്നതാണ് ഇക്രിമ ഇബ്നു ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന ഇക്രിമ ഇബ്നു അബി ജഹൽ ഫറ യൗമുൽ ഫത്ഹി, മക്ക വിജയ വേളയിൽ മക്കം വിജയിച്ചടക്കിയ ആ ദിവസം ഇക്രിമ ഇബ്നു അബി ജഹൽ, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്, പേടിച്ചുകൊണ്ട് ഓടിപ്പോയി. അങ്ങനെ ഫകതബത് ഇലൈഹി ഇംറഅതുഹു, അദ്ദേഹത്തിലേക്ക്, അതായത് ഇക്രിമ ഇബ്നു അബൂജഹൽ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഫറദത്തുഹു, അങ്ങനെ അദ്ദേഹം മടങ്ങി വന്നു. ഫഅസ്ലമ, അങ്ങനെ പിന്നെ അദ്ദേഹം മുസ്ലിമാകുന്നതിന് മുമ്പാണ് ഓടിപ്പോയത്. അങ്ങനെ ഭാര്യ കത്തെഴുതി, അദ്ദേഹം തിരിച്ചു വന്നു, മുസ്ലിമാവുകയും ചെയ്തു. വക്കാനത്ത് ഖദ് അസ്ലമത്, എന്നാൽ ഭാര്യ അതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിമാവുകയും ചെയ്തു. ഖബല ദാലിക് ഫഅഖറഹുമാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നിക്കാഹിഹിമാ, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഴയ നിക്കാഹുണ്ടല്ലോ, വൈവാഹിക ബന്ധം, ആ ബന്ധത്തിൻ്റെ ആ ബന്ധം എന്ത് ചെയ്തു? നിലനിർത്തി, വേറെ നിക്കാഹ് ചെയ്യേണ്ട ആവശ്യമല്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പഴയ നിക്കാഹ് അംഗീകാരം നൽകി. അപ്പോൾ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരമുണ്ട്. അതും പ്രവാചക സുന്നത്ത്, അതായത് ചര്യയിൽപ്പെട്ടതാണ്. നമുക്കത് പ്രാവർത്തികമാക്കാം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത സദ്യയിൽ ഉടുമ്പിൻ്റെ മാംസം വിളമ്പുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉടുമ്പിൻ്റെ മാംസം എന്തില്ല? ഇഷ്ടമല്ല. ചില ആളുകൾക്ക് ചില ഭക്ഷണം ഇഷ്ടമുണ്ടാവില്ല. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉടുമ്പിൻ്റെ മാംസം ഇഷ്ടമില്ലായിരുന്നു. പിന്നെ അകത്ത് നിന്ന് സ്ത്രീകൾ വിളിച്ചു പറഞ്ഞു, പ്രവാചകരെ, അത് ഉടുമ്പിൻ്റെ മാംസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാംസം കഴിച്ചില്ല. എന്നാൽ കൂടെയുള്ള സഹാബാക്കൾ അത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അംഗീകാരം നൽകി. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവപരമായ സുന്നത്തുകൾ, അതെ, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സഹാബാക്കൾ ചോദിക്കാണ്, ആയിഷ കൈഫ കാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിച്ചത് കാന ഖുലുഖുഹു അൽ ഖുർആൻ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആനിൽ എന്താ പറഞ്ഞത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിയായിരുന്നു മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. തൻ്റെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറി, തൻ്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറി, സമൂഹത്തോട് എങ്ങനെ പെരുമാറി, കച്ചവടം തുടങ്ങി ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലൊക്കെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സ്വഭാവമാണോ ഏത് രൂപത്തിലാണോ പ്രവർത്തിച്ചത് അതുപോലെ പ്രവർത്തിക്കുക എന്നതും പ്രവാചക സുന്നത്തിൽ ഉൾപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതപരമായ അതായത് സൃഷ്ടിപരമായ ചില വിശേഷണങ്ങളുണ്ട്. ഹദീസുകളിൽ കാണാം, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർബുഅൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം അതായത് അധികം നീളം കൂടിയ നീണ്ട വ്യക്തിയോ അല്ലെങ്കിൽ കുറിയ മനുഷ്യനോ ആയിരുന്നില്ല. ഒരൊത്ത മനുഷ്യനെ സംബന്ധിച്ച് ഒരു ഒത്ത ശരീരപ്രകൃതിയും അതുപോലെ തന്നെ നീളവുമുള്ള വ്യക്തിയായിരുന്നു. അപ്പം അത് പ്രവാചകൻ്റെ ശാരീരികമായിട്ടുള്ള സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പ്രവാചകൻ്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അംഗീകാരങ്ങൾ, പ്രവാചകൻ്റെ സ്വഭാവങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായ വിശേഷണങ്ങൾ, ഈ 5 ഘടകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമിലെ സുന്നത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇനി ഈ സുന്നത്തിൽ തന്നെ സഹോദരങ്ങളെ നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് 5 നേരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം നിർവഹിക്കുക എന്നത് പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ടതാണ്, സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നിർബന്ധമാണ്. മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാണ്. അത് പ്രവാചക ചര്യയിൽപ്പെട്ടതാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിർബന്ധമാണ് എന്നതാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് നമ്മളൊക്കെ നമസ്കരിക്കാറുള്ള 12 റക്അത്ത് റവാത്തിബ് നമസ്കാരം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണെന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സുന്നത്താണ്, നമുക്കും സുന്നത്താണ്. ആ സുന്നത്തിന് അവിടെ അർത്ഥം ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതുമായ കർമ്മം, അതായത് നമസ്കാരം. അതിനാണ് സുന്നത്ത് എന്ന് പറയുക. ഇപ്പം എല്ലാ തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സുന്നത്താണ്, നമുക്കും സുന്നത്താണ്. അപ്പോൾ ആ സുന്നത്ത് എന്നുള്ള ഒരു രൂപം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ഒരു ഇനം പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികവും ഭക്ഷണം പ്രവാചകൻ്റെത് കാരക്കയായിരുന്നു. അത് ഒറ്റയായി 1, 3, 5, 7 ഇങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നു. അതുപോലെ തന്നെ ഉണക്ക റൊട്ടിയുമായിരുന്നു പ്രവാചകൻ്റെ ഭക്ഷണം. അപ്പോൾ അത് നമ്മൾ പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നിസ്കരിച്ചതുപോലെ ഒരു സുന്നത്തായിട്ട് പ്രതിഫലം ലഭിക്കുന്ന ഒരു സുന്നത്തായിട്ട് എന്തില്ല, കാരക്ക കഴിക്കുന്ന സുന്നത്തില്ല. പക്ഷെ അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കഴിക്കാം, നമുക്കൊക്കെ എന്ത് ചെയ്യാം, കാരക്ക കഴിക്കാം, അല്ലെങ്കിൽ പ്രവാചകൻ ഭക്ഷിച്ച ഭക്ഷണം കഴിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം നീളം കുപ്പായം തുണിയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തലപ്പാവും ഉണ്ടായിരുന്നു, തലീക്കെട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇടണമെങ്കിൽ ഇടാം. അത് ഇസ്ലാമിൽ സുന്നത്താണ്, ശരിയാണ് എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്. പ്രത്യേകിച്ച് കൂലിയോ ചെയ്തില്ലെങ്കിൽ ശിക്ഷയോ ഇല്ലാത്ത സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വേറൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം നിർബന്ധമായ സംഗതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം നിർബന്ധമായ സംഗതിയാണ് ഏത്? ഒന്ന് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ്. ഒന്ന് മുവാസലത്തു സിയാം, അല്ലെ മുവാസലത്ത് സൗം എന്ന് പറഞ്ഞാൽ നോമ്പ് മഗ്‌രിബിന് മുറിക്കാതെ 2 ദിവസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കുക. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായതാണ്. നമുക്ക് സുന്നത്ത് പോലും അതില്ല. 2 ദിവസം ഒന്നിച്ച് നോമ്പ് നിൽക്കുക എന്നുള്ളത് മനുഷ്യർക്ക്, അതായത് മുസ്ലിങ്ങൾക്ക് എന്തില്ല, സുന്നത്തുമില്ല, നിർബന്ധമൊന്നുമില്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായ ഒരു കാര്യമാണ്. അതന്നെ പ്രവാചകന് നിർബന്ധമല്ല എന്നർത്ഥം കേട്ടോ. നിർബന്ധമല്ലാത്തതാണ്, നമുക്ക് അനുവദനീയവുമല്ലത്. അതേപോലെ തന്നെ 1 കൂടുതൽ അല്ല 4 കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുക എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകതയുള്ളതാണ്. വേറെ ആർക്കും എന്തില്ല, അത് അനുവദനീയമല്ല. മുസ്ലിങ്ങൾക്ക് 4 വരെ ഒരേ സമയം 4 ഭാര്യമാരെ മാത്രമേ നിലനിർത്താൻ പാടുള്ളൂ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അനുവദനീയമായതാണ്. അതേപോലെ തന്നെ പിന്നെ വേറെ ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് രാത്രി നമസ്കാരം നിർബന്ധമാക്കിയത്. രാത്രി നമസ്കാരം ഉണ്ടല്ലോ, അതായത് ഇശാ നമസ്കാരം കഴിഞ്ഞ് പിന്നെ 2 റക്അത്ത് സുന്നത്തും കഴിഞ്ഞ് പിന്നെ നമ്മൾ സുബൈ വരെ നമസ്കരിക്കാവുന്ന ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, റമദാനിലാണെങ്കിൽ തറാവീഹ് എന്ന് പറയുന്ന ആ നമസ്കാരം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ്, നിർബന്ധമാണ്. പക്ഷേ നമുക്കത് സുന്നത്തുമാണ്. അപ്പോൾ ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളും. അതിൽ നിർബന്ധമായതുണ്ട്,
അതുപോലെ തന്നെ നമുക്ക് സുന്നത്തായതുണ്ട്, നമുക്ക് അനുവദനീയമായതുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അനുവദനീയമായതുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നിർബന്ധമായതുണ്ട്, നമുക്ക് അനുവദനീയമായതുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മസ്തുഇദിസ മിനൽ ഉമൂരി വൽ അഫ്ആലി സവാഉൻ കാന ദാലിക ഫിദ്ദീൻ ഔ ഫീ ഗൈരിഹി. ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വല്ല കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറയാം. എന്നാലോ മതപരമായിട്ട് അതിനെ നിർവചിക്കുന്നത് മാല യുശരിഉല്ലാഹു സുബ്ഹാനഹു വ തആല ഔ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവോ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നിയമമാക്കപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് ബിദ്അത്ത് എന്ന് പറയാം. നമ്മൾ ചെയ്യുന്നത് എന്ത് വേണം? ഒന്ന് അള്ളാഹു കൽപ്പിക്കണം, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാകണം. ഇത് രണ്ടു മാത്രമേ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ, ഇസ്ലാമിൻ്റെ ലേബലിൽ നമുക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ. അപ്പം അള്ളാഹുവിനെ ആരാധിക്കണം. എങ്ങനെ? നമുക്ക് തോന്നിയ പോലെയല്ല ആരാധിക്കേണ്ടത്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ആരാധിച്ചതുപോലെ ആരാധിക്കണം. അങ്ങനെ പ്രവാചകന്റെ മാതൃകയില്ലാത്ത നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? ബിദ്അത്ത്. വേറെയും ഒരുപാട് നിർവചനങ്ങളുണ്ട്. അതിലൊന്നാണെന്ത്? ഔ ഹിയ ഫഇലുൻ മാ ല യഅ്മുറു ബിഹി അല്ലാഹു വ റസൂലു അംറ ഈജാബ് ഔ ഹത്താ അംറ ഇസ്തിഹ്ബാബ്. അള്ളാഹു അള്ളാഹിൻ്റെ റസൂലോ കൽപ്പിക്കാത്തൊരു കർമ്മം നിർബന്ധമായിട്ടോ അല്ലെങ്കിൽ സുന്നത്തായിട്ടോ നമ്മൾ എന്ത് ചെയ്യുക? പുതുതായി ഉണ്ടാക്കുക. അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല. അതാണ് ബിദ്അത്ത്. അത് ചെയ്യാൻ പാടില്ല. ഇനിയോ എല്ലാ ബിദ്അത്തുകളും എന്താണ്? അത് പിന്നെ എല്ലാ പുതുതായി, അതായത് മതത്തിൽ അള്ളാഹിൻ്റെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെയും കൽപ്പനയില്ലാത്ത കാര്യങ്ങൾ അത് പുതുതായി ഉണ്ടായതാണ്. ആ പുതുതായി ഉണ്ടായ ബിദ്അത്തുകളൊക്കെ എല്ലാ ബിദ്അത്തും വഴികേടാ. അതിൽ നല്ല ബിദ്അത്ത് അതുപോലെ തന്നെ ചീത്ത ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ബിദ്അത്തൊക്കെ എന്താണ്? ചീത്തയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനിൽ അർബാദ് ബിൻ സാരിയ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇയ്യാകും വ മുഹ്ദസാത്തിൽ ഉമൂർ. നിങ്ങൾ സൂക്ഷിക്കണം നമ്മുടെ മതത്തിൻ്റെ കാര്യത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതിന്. എന്നിട്ട് റസൂൽ പറയുന്നത് ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, കാരണം പുതുതായി ഉണ്ടാക്കിയതൊക്കെ, മതത്തിൽ പുതുതായി ഉണ്ടാക്കിയതൊക്കെ ബിദ്അത്താണ്, പുത്തനാചാരമാണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ് എന്നാണ്. അപ്പം മതത്തിൽ ഒന്നും നമുക്ക് പുതുതായി ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ എന്തൊക്കെ ദീനിലുണ്ടോ അത് അന്ത്യനാൾ വരെ ദീനിലുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് വരെ ദീനിൽ ഇല്ലാത്തതെന്തോ അതൊരിക്കലും അന്ത്യനാൾ വരെ ഉണ്ടാകാനും പാടില്ല, ഉണ്ടാകുകയുമില്ല. അങ്ങനെ ഉണ്ടാകുന്നതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഖുത്ബയുടെ തുടക്കത്തിൽ ഇങ്ങനെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാറുണ്ട്. മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫീ ഖുത്ബത്തിഹി, തൻ്റെ ഖുത്ബയിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, പറയാറുണ്ട്, ഇന്നസ്ദഖൽ ഹദീസി കിതാബല്ലാഹ്, ഏറ്റവും സത്യസന്ധമായ സംസാരം അല്ലാഹുവിൻ്റെ ഖുർആനാകുന്നു. വഹ്സനുൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ച ജീവിച്ച ആ മാർഗമാകുന്നു. വ ശർറുൽ ഉമൂരി മുഹ്ദസാത്തുഹാ, അതിൽ പുതുതായി ഉണ്ടാക്കിയത് അതിലേറ്റവും മോശപ്പെട്ടത് ആ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നതാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായി ഉണ്ടാക്കിയതും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും നരകത്തിലേക്കാണ് പതിക്കുക. അപ്പോൾ ഇസ്ലാമിൽ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത ഒരു കാര്യം, ഒരു ചെറിയ പദം പോലും നമുക്ക് മാറ്റിമറിക്കാനോ കൂട്ടാനോ അതിൽ നിന്ന് കുറക്കാനോ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മില്ല എന്നാണ് ചൊല്ലുക. പക്ഷെ ഒരാൾ പറയാണ് ഞാൻ ബിസ്മില്ല എന്നതിന് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ്. പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തരാത്തതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലയുടെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക. എന്നിട്ട് ഒരാൾ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് തുലാസിൻ്റെ ഒരു തട്ടിലും ഈ ആകാശവും ഭൂമിയും അതിലുള്ള മുഴുവൻ വസ്തുക്കളും മറുതട്ടിലും ഇട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇട്ട തട്ടാണ്, തുലാസിൻ്റെ തട്ടാണ് കനം തൂങ്ങുക എന്ന ആ കലിമത്തല്ലേ.
ഞാൻ ചൊല്ലിയത് എന്തുകൊണ്ട് എനിക്ക് കൂലി കിട്ടുന്നില്ല, പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന് ന്യായീകരിച്ചത് കൊണ്ട് കാര്യമല്ല. കാരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാത്ത രൂപത്തിൽ ചൊല്ലിയാൽ അത് ബിദ്അത്താകും. ചൊല്ലാൻ പഠിപ്പിച്ച രൂപത്തിലെ, ചെയ്യാൻ പഠിപ്പിച്ച രൂപത്തിലെ നമ്മൾ ചൊല്ലാനും ചെയ്യാനും പാടുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഈ ആശയം വരുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ് പതിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബിദ്അത്തിനെ തള്ളണം, അത് ഉണ്ടാക്കിയ ആളെയും തള്ളണമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും കൽപ്പനയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. റസൂലുള്ള പറയുന്നത്, നമ്മുടെ ഈ കാര്യത്തിൽ, അതായത് മതത്തിൻ്റെ കാര്യങ്ങളിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കി കഴിഞ്ഞാൽ മാ ലൈസ മിൻഹു, അതായത് ഇല്ലാത്തത് ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ആ ബിദ്അത്ത് തള്ളപ്പെടേണ്ടതാണ്. അത് ലോകത്ത് ഒരുപാട് ആളുകൾ ചെയ്താലും, ഏതെങ്കിലും സംഘടനകൾ മീറ്റിംഗ് കൂടി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ദീനിൻ്റെ വിഷയത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാലും ശരി, നമുക്കത് ചെയ്യാൻ പാടില്ല. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പുതുതായി കാര്യമുണ്ടാക്കി അതിന് ഒരു തെളിവും നമ്മുടെ ഈ കാര്യത്തില്ല, ദീനിൻ്റെ കാര്യത്തില്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഒരു ബിദ്അത്ത് ഉണ്ടാക്കാൻ ഒരാൾക്കും എന്തില്ല, അധികാരമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്ന സന്ദർഭത്തിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ എന്ന ആയത്തിറങ്ങിയത്. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്, ഇസ്ലാമിനെ മതമായി ഞാൻ തൃപ്തിപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിമാണോ, ആ ദീന് സമ്പൂർണ്ണമാണ്. നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലെ അതിലേക്ക് ഒരു തുള്ളി പുറത്തു നിന്ന് വെള്ളം നമ്മൾ ഒഴിക്കാനോ, അല്ലെങ്കിൽ അതിൽ നിന്നൊരു തുള്ളി നമ്മൾ ആ ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴിക്കാനോ പാടില്ല. ആ നിറഞ്ഞു നിൽക്കുന്ന ഗ്ലാസ് പോലെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചെന്നത്, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത്തി നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകാം. ഏതെങ്കിലും മദ്ഹബുകളുടെ പേര് പറഞ്ഞില്ല, ഏതെങ്കിലും സംഘടനകളുടെ പേരും പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വേറെ ഹദീസിൽ കാണാം, അല്ലു അലൈഹാ ബിൻ നവാജിദ്, നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് അത് മുറുകെ പിടിക്കുന്നുവെങ്കിൽ ലൻ തളില്ലു, നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് വിശുദ്ധ ഖുർആനും അതിൻ്റെ പ്രാവർത്തിക മാതൃകയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് രണ്ടാമത്തത്. അപ്പൊ ഖുർആനും സുന്നത്തിനും തെളിവുണ്ടോ? നമുക്ക് ചെയ്യാം, ഇല്ലേ ചെയ്യാൻ പാടില്ല. മതത്തിന്റെ കാര്യങ്ങളിൽ സഹോദരങ്ങളെ ചെയ്യാനാണ് തെളിവേണ്ടത്, ചെയ്യാതിരിക്കാൻ തെളിവേണ്ട. എന്നാൽ ദുന്യാവിൻ്റെ കാര്യത്തിൽ ചെയ്യാതിരിക്കാൻ, ഇന്നത് ചെയ്യരുതെന്ന് പറയാൻ തെളിവ് വേണം, ചെയ്യാൻ തെളിവ് വേണ്ട. ഉദാഹരണം, നമ്മൾ ദീനിൻ്റെ വിഷയമാകുമ്പോൾ ഞാൻ പറയുന്നു, അത് പിന്നെ സുബൈ നമസ്കാരം ഞാൻ 4 റക്അത്ത് നിസ്കരിക്കും, സുബൈ 4 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നതിന് ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് തെളിവെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അങ്ങനെ സംഗതി ഇല്ല. അപ്പം മതത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാനാണ് തെളിവ് വേണ്ടത്, ചെയ്യാതിരിക്കാൻ തെളിവ് വേണ്ട. എന്നാൽ ദുന്യാവിൻ്റെ കാര്യത്തിൽ സഹോദരങ്ങളെ നമ്മൾ ചെയ്യാതിരിക്കാനാണ് തെളിവ് വേണ്ടത്, ചെയ്യാൻ തെളിവ് വേണ്ട. അപ്പോൾ നല്ലൊരു പുതിയ ഭക്ഷണം ഉണ്ടാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തില്ല, നമ്മൾ ചോദിച്ചാൽ അത് തിന്നാൻ പാടുണ്ടോ എന്ന്, ഹദീസിൽ ഖുർആൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്താ? അത് ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ പൊതുവെ. അപ്പം അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ബിദ്അത്ത് പല രൂപത്തിലും കോലത്തിലും വരാൻ സാധ്യതയുണ്ട്. അതിലൊന്ന് പുതിയ ആരാധനകൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ ശഅബാൻ മാസത്തിലേക്ക് മാസം ഇൻഷാ അല്ലാഹ് മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെയാണ് ശഅബാൻ 1. അപ്പോൾ ആ ശഅബാൻ മാസത്തിൽ ചില ആളുകൾ കാണാം 100 റക്അത്ത് നിസ്കരിക്കണം. ആര് പഠിപ്പിച്ചു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബാക്കൾക്കും അറിയില്ല. എന്തിനേറെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന 4 മദ്ഹബിൻ്റെ ഇമാമുമാരായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ, ഇമാം മാലിക് ബിൻ അനസ് അസ്ബഈ റഹിമഹുല്ലാ, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാ, ഇവർക്കാർക്കും അത് പരിചയമില്ല.
ഈ ഷാബാൻ മാസത്തിൽ 100 റക്അത്ത് നിസ്കരിക്കുക എന്നത് ഷാബാൻ 15-ൻ്റെ അന്ന് പല ആളുകളും നിസ്കരിക്കുക. ആരെ പഠിപ്പിച്ചില്ല. അങ്ങനെ പുതുതായി ആരാധന ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഷാബാൻ മാസത്തെ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായി ഒരു സുന്നത്ത് നോമ്പുണ്ട് എന്ന് വിചാരിച്ചാൽ റജബ് 27, അതുപോലെ തന്നെ ഷാബാൻ 15, അതിനൊക്കെ ഇസ്രാ മേറാജ് ബറാത്തിൻ്റെ നോമ്പൊക്കെ നോൽക്കാറുണ്ട്. അത് ഇസ്ലാമില്ലാത്തതാണ്. അങ്ങനെ പുതിയ ആരാധന ഉണ്ടാക്കുക അത് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ബിദഅത്ത് ഒരു പുതിയ ആരാധന ഉണ്ടാക്കുന്നത് അത് ബിദഅത്താണ്, ആ രൂപത്തിൽ വരും. അതുപോലത്തെ രണ്ടാമത്തെ രൂപം ഉള്ള ആരാധനയിൽ തന്നെ വർധനവുണ്ടാക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സുബഹി നിസ്കാരം ഒരാൾ പറയാം ഞാൻ 4 റക്അത്ത് നിസ്കരിക്കും എന്ന് പറഞ്ഞു റക്അത്ത് കൂട്ടുക, അത് അതിൽ വർധനവുണ്ടാക്കുക, അത് പറ്റൂല. അതുപോലത്തെ നിസ്കാരത്തിന് ശേഷം നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, ഒരാൾ പറയാം എനിക്ക് കുറേ സമയമുണ്ട്, ഞാൻ 33 ചൊല്ലുന്നതിന് പകരം 333 തവണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റുമോ? വർധനവുണ്ടാക്കാൻ പറ്റൂല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് അതുപോലെ തന്നെ നമ്മൾ നിർവഹിക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു രൂപം ഉള്ള ആരാധനയുടെ രൂപം മാറ്റുക. ഉള്ള ആരാധനയുടെ രൂപം മാറ്റുക. ഇപ്പം എന്താ, മഗ്‌രിബ് നമസ്കാരം നമ്മൾ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കും. ആ ജമാഅത്തിന് ശേഷം നമ്മൾ പറയാം ഏതായാലും നമ്മൾ പള്ളിയിൽ ഒരുമിച്ച് കൂടിയില്ലേ, ഇമാമുണ്ട് മാമൂമിങ്ങളൊക്കെ ഉണ്ട്, ആ മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരം നമുക്ക് ജമാഅത്തായി നമസ്കരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക? പറ്റൂല. എന്താ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കാണ് നിസ്കരിച്ചത്. അപ്പോൾ ഉള്ള ആരാധന തന്നെയാണ്, പക്ഷെ നമ്മൾ പുതിയ രൂപം ഉണ്ടാക്കുകയാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പല പള്ളികളിലും ഇമാമ് ജനങ്ങൾ അഭിമുഖമായി ഇരുന്ന് എന്നിട്ട് പിന്നെ സബ്യഹു എന്ന് പറയും. സുബ്ഹാനല്ലാഹ് 33 അങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ ചൊല്ലാം. പിന്നെ അൽഹംദുലില്ലാഹ് 33 വട്ടം കൂട്ടായി ചൊല്ലുക. അല്ലാഹു അക്ബർ കൂട്ടമായി 33 തവണ എല്ലാവരും ഒന്നിച്ച് ചെല്ലുക. അത് പറ്റൂല. കാരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കാണ് ചെല്ലിയത്, അത് അങ്ങനെ തന്നെ ചെല്ലണം. അപ്പം അങ്ങനെ ഉള്ള ആരാധനയിൽ എന്താണ് അതിനൊരു പ്രത്യേക രൂപം ഉണ്ടാക്കുക, അത് ബിദ്അത്തിൽപ്പെടും. അതേപോലെ തന്നെ സഹോദരങ്ങളെ വേറൊരു രൂപമാണ് നമ്മൾ ഒരു ഇസ്ലാമിലുള്ള സുന്നത്തായൊരു ആരാധന കർമ്മം, അതിനൊരു പ്രത്യേക സമയം നിശ്ചയിക്കുക. ഇപ്പോൾ ഖബർ സന്ദർശനം അത് ഇസ്ലാമിൽ സുന്നത്താണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ വാപ്പിയമ്മയും വല്ലിമ്മയും ഒക്കെ അടുത്ത ഖബർസ്ഥാനിൽ മരണപ്പെട്ട് മറമാടപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അവർക്കൊന്നും നമ്മൾ പോകില്ല. നമ്മളൊക്കെ വലിയ പല ആളുകളും എടുക്കാൻ പോണത് മമ്പറം തങ്ങൾ അല്ലെ അജ്മീർ അങ്ങനെയുള്ള സ്ഥലത്തേക്കാ. അവിടേക്കൊന്നും അല്ല നമ്മൾ പോകേണ്ടത്. അങ്ങനെ പോകൽ തന്നെ ഹറാമാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചാലോ ഇസ്ലാം എന്ന് പുറത്തു പോവുകയും ചെയ്യും. എന്നാൽ നമ്മൾ നമ്മുടെ അടുത്ത ഖബർസ്ഥാനിൽ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളുണ്ടാവും, അവർക്ക് നമ്മുടെ പ്രാർത്ഥന കിട്ടണം, അത് നമ്മൾ ചെയ്യണം, അത് സുന്നത്താണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഖബർ സന്ദർശനം വിരോധിച്ചിരുന്നു. കുൻതു നഹയ്തുകും സിയാറത്തുൽ ഖുബൂർ അലാ ഫസൂറുഹാ ഫഇൻഹാ തുദക്കിറുകുമുൽ ആഖിറ. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നിങ്ങൾക്ക് ഞാൻ ഖബർ സന്ദർശനം വിലക്കിയിരുന്നു, എന്നാൽ അറിയുക അത് നിങ്ങൾ സന്ദർശിച്ചോളൂ. എന്തിനു വേണ്ടിയാ? ദുനിയാവിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണോ? അല്ല, നേരെ മറിച്ച് അവിടെ പോയിട്ട് അവിടെ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുപോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മരണപ്പെടുമല്ലോ എന്ന് ഒന്ന് ഓർമ്മയുണ്ടാകാൻ, പരലോകത്ത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഖബർ സന്ദർശിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അതിനൊരു പ്രത്യേക സമയം നിശ്ചയിക്കാം. ഇപ്പോൾ ഒരാൾ പറയാം ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നമസ്കാരത്തിന് ശേഷം എൻ്റെ വല്യപ്പായുടെ ഖബർ ഞാൻ സന്ദർശിക്കുമെന്ന് പറഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് ശേഷം അങ്ങനെ സന്ദർശിക്കുകയാണെങ്കിൽ അത് വിദഗ്ധാവും. കാരണം എന്താ? നമ്മളൊരു സമയം നിശ്ചയിക്കുകയാണ്. നേരെ മറിച്ച് നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത്, എപ്പോഴാണ് ഇഷ്ടമുള്ളത് ആ സമയത്ത് പോയി എന്ത് ചെയ്യുക, നമുക്ക് ഖബർ സന്ദർശിക്കാതെ സുന്നത്താണ്, അതിന് കൂലി കിട്ടും. എന്നാലോ നമ്മുടെ വക ഒരു എല്ലാ ദിവസവും ഞാൻ മഗ്‌രിബിന് ശേഷം എൻ്റെ അപ്പാനെ ഖബർ സന്ദർശിക്കും എന്ന് പറഞ്ഞ് സമയം നിശ്ചയിച്ചാൽ അത് ബിദ്അത്താവും, അത് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ സഹോദരങ്ങളെ ഒരു പ്രത്യേക എണ്ണം നിശ്ചയിക്കുക. ഇപ്പോൾ ഒരു ദിക്ർ, ഇപ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഭയങ്കര കൂലി കിട്ടുന്ന ഒരു വചനങ്ങളാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പദം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ നമുക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ എണ്ണം പിടിക്കാതെ ചെല്ലുക. ഇപ്പം നമ്മൾ പറയാം എന്ത്, ഞാൻ എന്നും പള്ളിയിലേക്ക് സുബൈക്ക് വരുന്ന സമയത്ത് ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് 100 തവണ ചൊല്ലുമെന്ന് പറഞ്ഞ് ആ 100ൻ്റെ എണ്ണ ഉണ്ടല്ലോ അത് നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ അത് ബിദ്അത്താവും. ഇപ്പോൾ പല ആളുകളും 4444 വട്ടം ദിക്റൊക്കെ ചൊല്ലുന്ന ആളുകളുണ്ട്. ആരെ പഠിപ്പിച്ചേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണം പിടിച്ച് ചെല്ലാൻ പറഞ്ഞ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള എണ്ണം എത്ര? 100 രാവിലെയും വൈകുന്നേരം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥന, അത് ഒരു ദിവസം രാവിലെ 100ഉം വൈകുന്നേരം 100ഉം.
അതിൻ്റെ അപ്പുറത്തെ ഒരു 105, 103 അല്ലെങ്കിൽ 333 ഒക്കെ എണ്ണം നിശ്ചയിച്ച് ആരെങ്കിലും എന്തെങ്കിലും ദിക്റ് ചെല്ലാൻ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക അതെന്താണ്, ബിദ്അത്താണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. അവ പ്രത്യേക എണ്ണം നിശ്ചയിക്കുക അതും പാടില്ല. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഒരു പ്രത്യേക രൂപം ഉണ്ടാക്കുക, അതായത് കൂട്ടമായി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഫർള് നമസ്കാരത്തിന് ശേഷം എല്ലാവരും ഇങ്ങനെ കൂട്ടായിട്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എല്ലാവരും ഇങ്ങനെ ചൊല്ലുക, അൽഹംദുലില്ലാഹ് ചൊല്ലുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുടെ പര്യായ പദം പോലും നമുക്ക് മാറ്റാൻ പാടില്ല. ഒരു പര്യായ പദം പോലും മാറ്റാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ ലാസ്റ്റ് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വൽജഅതു ലഹരി ഇലൈക റഗ്ബതൻ വറഹബ ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക്കല്ലദി അൻസൽത വനബിയിക്കല്ലദി അർസൽത എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു. ഇതാണ് നമ്മൾ ഉറങ്ങുമ്പോൾ അവസാനം ചൊല്ലേണ്ടത്. അങ്ങനെ നമ്മൾ അത് അവസാനം ചൊല്ലി ആ ഉറക്കിലൊരു സൈലൻ്റ് അറ്റാക്കായി മരണപ്പെട്ടു എങ്കിൽ അവൻ സ്വർഗത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിക്ർ ഇങ്ങനെ ഒരു സഹാബി മനപ്പാടമാക്കുമ്പോൾ വബി നബിക്കല്ലദി അർസൽത എന്ന് പറയുന്നതിന് പകരം വബി റസൂലിക്കല്ലദി അർസൽത എന്ന് ഒന്ന് മാറി പറഞ്ഞുപോയി. അപ്പോൾ റസൂൽ പറഞ്ഞല്ല, വബി നബിക്കല്ലദി അർസൽത എന്ന് തന്നെ പറയണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നബിയേക്കാൾ ഒന്നുകൂടി ഗ്രേഡ് കൂടിയ ഒന്നുകൂടി നല്ല പദമാണ് റസൂൽ. കാരണം എന്താ, എല്ലാ അമ്പിയാക്കന്മാരും റസൂലുമാരല്ല, എല്ലാ പ്രവാചകന്മാരും എന്തല്ല, റസൂലുമാരല്ല. എന്നാൽ എല്ലാ റസൂലുമാരും പ്രവാചകന്മാരാണ്. ഏതുപോലെ എല്ലാ മനുഷ്യന്മാരും മുസ്ലിങ്ങളാണോ? അല്ല. എന്നാൽ എല്ലാ മുസ്ലിങ്ങളും ആരാണ്? മനുഷ്യന്മാരാണ് എന്ന് പറയുന്ന പോലെ എല്ലാ അമ്പിയാക്കന്മാരും മുർസലീങ്ങളല്ല, എന്നാൽ എല്ലാ മുർസലീങ്ങളും അമ്പിയാക്കന്മാരാണ് താനും. അപ്പോൾ അമ്പിയാവിനേക്കാൾ ഒന്നുകൂടി ശ്രേഷ്ഠത കൂടിയ പദമാണ് റസൂല്, പദവിയാണ് റസൂല്. എന്നിട്ട് റസൂല പഠിപ്പിച്ചത് വബി നബിക്കല്ലതി എന്ന, അതിന് പകരം വബി റസൂലിക്കല്ലതി എന്ന് പറഞ്ഞപ്പോൾ റസൂല പറഞ്ഞല്ല, പറ്റൂല, അത് നബിക്കല്ലതി എന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞു. അതിൽ നിന്ന് എന്താ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന പ്രാർത്ഥന പോലും ഒരു പര്യായ പദം പോലും മാറ്റാൻ നമുക്ക് അധികാരമില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ തന്നെ നമ്മളത് ചെയ്യണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വീഴ്ച വരുത്താനും പാടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ ഒരു വീഴ്ച വരുത്താം. ഇപ്പോൾ ഒരാൾ പറയാം, ഞാൻ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ വരൂല. ജമാഅത്ത് നമസ്കാരം പുരുഷന്മാർക്ക് എന്താ നിർബന്ധമാണ്, സുന്നത്തൊന്നല്ല, നിർബന്ധമാണ്. ഒരുപാട് തെളിവുകളുണ്ട്. അങ്ങനെ ഞാൻ പള്ളിയിൽ ജമാഅത്തായി വന്ന് നിസ്കരിച്ച ആളുകളൊക്കെ എന്നെ കാണുമല്ലോ, അപ്പോൾ എനിക്കെന്താണ് ലോകമാന്യം ഉണ്ടാവും, റിയാവ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കൂല, ഞാൻ പള്ളിയിൽ നിസ്കരിക്കൂല, വീട്ടിൽ നിന്നാണ് നിസ്കരിക്കാമെന്ന് പറഞ്ഞ് വീഴ്ച വരുത്താൻ പാടുണ്ടോ? അതും പറ്റൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യത്തിൽ വീഴ്ച വരുത്താൻ പറ്റൂല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാൻ കഴിയാഞ്ഞിട്ട് രണ്ട് സഹാബാക്കളുടെ ചുമലിൽ കൈ വെച്ചുകൊണ്ട് റസൂലുള്ള ഇങ്ങനെ കാലിങ്ങനെ വലിച്ച് അവരെ ചുമലിൽ ഊന്നിക്കൊണ്ടാണ് വരുന്നത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് നിലത്ത് ഉറക്കാഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. എന്നിട്ട് അതിൻ്റെ വിരലുകൾ മണലിലൂടെ വലിച്ച രണ്ട് ചാലുകൾ ഉണ്ടായിരുന്നു എന്ന് സഹാബാക്കൾ പറയും. അത്ര ബുദ്ധിമുട്ട് കൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ജമാഅത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാം, എന്താണ് എനിക്ക് റിയാ ഉണ്ടാവും, ലോകമാന്യം ഉണ്ടാവും, ആളുകളൊക്കെ കാണൂലേ എന്ന് വിചാരിച്ച് ഞാൻ പള്ളിയിൽ ജമാഅത്തിന് വരൂല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അതും എന്താണ്, ബിദഅത്താണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് സുന്നത്ത് എന്ന് കൃത്യമായി പഠിക്കുക, ബിദഅത്ത് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും നമ്മൾ സുന്നത്ത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബിദഅത്ത് ചെയ്താൽ നമ്മുടെ കർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് സുന്നത്തും ബിദഅത്തും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി സുന്നത്തുകൾ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക. ബിദഅത്തുകൾ പാടെ ഉപേക്ഷിക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ബിദഅത്തുകളും സുന്നത്തുകളും മനസ്സിലാക്കാൻ ചെറിയൊരു ചിന്ത ഉണ്ടായാൽ തന്നെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് സുന്നത്ത് എന്താണ്, ബിദഅത്ത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഏതൊരു സാധാരണക്കാരനും സാധിക്കും. അതിലൊന്നാണെന്ത്, സുന്നത്തുകൾ എല്ലാ സ്ഥലത്തും ഒരേ രൂപത്തിലാവും, ബിദഅത്തുകൾ പല സ്ഥലത്തും പല കോലത്തിലും രൂപത്തിലാവും. ഇപ്പോൾ ജുമാ നമസ്കാരം അത് നിർബന്ധമാണ്, അത് എല്ലായിടത്തും ഒരുപോലെയാണ്.
അതുപോലെ തന്നെ മഗ്‌രിബ് നമസ്കാരം എല്ലായിടത്തും ഒരുപോലെയാണ്. അതിനുശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് എല്ലായിടത്തും ഒരുപോലെയാണ്. സൗദി അറേബ്യയിലും അതുപോലെ തന്നെ മക്കത്തും മദീനത്തും അതുപോലെ തന്നെ യൂറോപ്പിലും ആഫ്രിക്കയിലും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും മലപ്പുറം ജില്ലയിലും ഒക്കെ എന്താണ് 2 റക്അത്ത് തന്നെ, അത് ഒറ്റക്കാ നിസ്കരിക്കാം. എന്നാൽ ബിദാത്തുകളോ ചില സ്ഥലത്ത് അത് ഉണ്ടാവും, ചില സ്ഥലത്ത് ഉണ്ടാവില്ല. അപ്പോൾ പ്രവാചക ജന്മദിനം കൊണ്ടാണ് ഇല്ല, ഒരുപാട് സ്ഥലത്തില്ല, ചില സ്ഥലത്തുണ്ട്. ചില സ്ഥലത്ത് ആ ദിവസം നോക്കൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ കർമ്മങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ബിദാത്തുകൾ പല സ്ഥലത്തും പല കോലത്തിലും ആകും, പല സ്ഥലത്തും ഉണ്ടാവില്ല. എന്നാൽ സുന്നത്ത് എല്ലാ സ്ഥലത്തും ഒരേ രൂപത്തിലും ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിദഅത്ത് വളരെ വലിയ അപകടകരമായൊരു കാര്യമാണ്. അൽ ബിദഅത്തു അഹബ്ബു ഇലാ ഇബ്ലീസ്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളത് ബിദഅത്താണ്, തിന്മകളെക്കാൾ. മിനൽ മഅസിയ, തിന്മകളെക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ളത് ബിദഅത്താണ്. കാരണം എന്താ? തിന്മ ചെയ്തവൻ അറിയാതെ തിന്മയാണ്, തെറ്റാണ്, പാപമാണ്, കുറ്റാണ്, ഞാൻ തൗബ ചെയ്യണമെന്ന് ചെയ്യുന്ന ആൾക്ക് മനസ്സിലുണ്ടാവും. എന്നാൽ ബിദഅത്ത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ബിദഅത്ത് ഇപ്പം പ്രവാചക ജന്മദിനം കൊണ്ടാടുക നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യാം. നേരത്തെ പറഞ്ഞ ഷാബാ മാസത്തിൽ ആ 100 റക്അത്ത് നിസ്കരിക്കുക നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഓനറിയില്ല അത് തെറ്റാണ്, പാപമാണ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അതിന് തൗബ ചെയ്യാൻ പ്രയാസമാണ്. അത് പഠിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ പിന്നെ തിന്മകളോ പാപങ്ങളോ അത് അവനറിയാം, ചിലപ്പോൾ അപ്പം തന്നെ തൗബ ചെയ്തെന്ന് വരും. അപ്പോൾ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? ബിദഅത്താണ് തിന്മകളെക്കാൾ. അതാണ് പറയുന്നത് അൽ മഅസിയത്തു യുതാബു. തിന്മ ചെയ്താൽ ആ വ്യക്തി ഒരുപക്ഷെ അവൻ തൗബ ചെയ്യും മിൻഹാദിൽ നിന്ന്. വൽ ബിദഅത്തു ലാ യുസാബു മിൻഹ, ലാ യുതാബു മിൻഹ. ബിദഅത്ത് അവൻ അതിൽ നിന്ന് എന്ത് ചെയ്യൂല? തൗബ ചെയ്യൂല. അതേപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത് മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് മദീനയിലെ ഇമാമായിരുന്നു. ഇമാമു ദാറുൽ ഹിജ്റ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം പറയാണ്, ആരെങ്കിലും ഒരു ബിദഅത്ത് ഉണ്ടാക്കിയിട്ട് അത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചങ്ങായി ചെയ്ത ബിദഅത്ത് എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞിട്ടും അത് നമുക്ക് പഠിപ്പിച്ചു തന്നില്ല, സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ല എന്നല്ല പറയാം. അതിൻ്റെ അർത്ഥം അതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബിദഅത്തും ചെയ്യാനെന്തില്ല, ഒരു ചാൻസുമില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബിദഅത്ത് ചെയ്യുന്ന ആളുടെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. അതായത് കർമ്മങ്ങൾ സ്വീകരിക്കില്ല, അതുപോലെ തന്നെ തൗബയും സ്വീകരിക്കില്ല. ആ ബിദഅത്ത് ഒഴിവാക്കി ആ ബിദഅത്ത് ചെയ്തതിന് തൗബ ചെയ്താലല്ലാതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പിന്നെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഹജബ തൗബ അൻ സ്വാബി കുല്ലി ബിദഅ. ബിദഅത്ത് ചെയ്യുന്ന ആളുകളുടെ തൗബയ്ക്ക് ഇടയിൽ അള്ളാഹ് മറയിട്ടിട്ടുണ്ട് എന്നാണ്. ബിദഅത്ത് ചെയ്തിട്ട് പിന്നെ അള്ളാഹിനോട് ഇങ്ങനെ പൊറുക്കലിനെ ചോദിച്ചാൽ എൻ്റെ രോഗം ശിഫയാക്കണേ എന്നൊക്കെ ചോദിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹുലേക്ക് വരൂല. അതിൻ്റെ ഇടയിൽ മറയുണ്ട് എന്നാണ്. എന്തു വേണം? ആ ബിദഅത്ത് അവൻ ഒഴിവാക്കണം. എന്നിട്ട് അതിന് ആദ്യം തൗബ ചെയ്തിട്ട് പിന്നെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കും. ഇല്ലെങ്കിലോ സ്വീകരിക്കുകയില്ല എന്നർത്ഥം. അതേപോലെ തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയുടെ പ്രത്യേകതയായി നമുക്കൊരു കാര്യം പഠിപ്പിച്ചു. അൽ മദീന ഹറമുൻ മാ ബൈന അയീർ ഇലാ സൗ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഹറമിൻ്റെ പരിധി 4 അടയാളങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നിർണ്ണയിച്ചു. എന്നിട്ട് റസൂൽ പറയാണ്, ഫമൻ അഹദസ ഫീഹാ ഹദസൻ. ആ മദീനയിൽ വെച്ച് ആരെങ്കിലും ഒരു പുതുതായി കർമ്മം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഔ ആവാ മുഹ്ദസൻ, അല്ലെങ്കിലോ മുഹ്ദിസൻ, ആരെങ്കിലും ഒരു ബിദഅത്ത് ചെയ്യുന്ന പുതുതായി ഉണ്ടാക്കിയ ആൾക്ക് അഭയം നൽകിക്കഴിഞ്ഞാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ്റെ മേൽ അള്ളാഹിൻ്റെ ശാപമുണ്ട്. വൽ മലായിക, മലക്കുകളുടെയും വന്നാസ് അജ്മഈൻ, മുഴുവൻ മനുഷ്യരുടെയും. അപ്പോൾ ബിദഅത്ത് ചെയ്യുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ മുഖറബിങ്ങളായ മലക്കുകളുടെയും മുഴുവൻ മനുഷ്യന്മാരുടെയും ശാപമുണ്ട് എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബിദഅത്ത് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ആരാധന നമ്മൾ ചെയ്യുമ്പോൾ അത് സുന്നത്തിലുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ സുന്നത്താണെങ്കിൽ ആ കർമ്മം നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക. ബിദഅത്ത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത്. ശിർക്ക് ഭയങ്കര അപകടമാണ്. അതേപോലെ തന്നെ അപകടമാണെന്ത്? നമ്മുടെ കർമ്മങ്ങളിൽ ബിദഅത്ത് വന്നുകൂടുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തും ബിദഅത്തും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ബിദഅത്തുകളിൽ നിന്ന് മുക്തി നേടാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരൻ ഈ പള്ളിയിൽ സജീവമായിരുന്ന
പിന്നെ മുഹമ്മദ് റിയാസി എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ശനിയാഴ്ച മരിച്ച വിവരം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിന് വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ പ്രകാശപൂരിതമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഗ്രഹിച്ച സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, മാത്തുക്കൾ, സ്വാലിഹീങ്ങൾ, അംബിയാക്കൾ, മുർസലീങ്ങൾ അവരോടൊപ്പം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് മാരകമായ രോഗങ്ങൾക്ക് വിധേയരായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥ. അവർക്ക് നീ എത്രയും പെട്ടെന്ന് ഷിഫ ആജിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാക വഅദാഅദ്ദീൻ മിനൽ اليهود والنصارى والمنافقين والمجوسين والبوذيين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انا نجعلك في نهورهم ونعوذ بك من شرورهم. اللهم يا منزل الكتاب ومجريها السهام وهازم الاحزاب اللهم اهزمهم. اللهم انا نعوذ بك من البرص والجنون والجذام ومن سيء الاسقام. ربنا آتنا في الدنيا حسنه في الاخره حسنه وقنا عذاب النار. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله أكبر الله أكبر.